നാസിക്കിൽ നിന്ന് നമ്മള് അടുത്ത ദിവസം രാവിലെ ഹരിഹർ ഫോർട്ട് ട്രെക്കിങ്ങിന് പോകുന്നു കേട്ടോ. ഇപ്പൊ അതിന്റെ മിഡിലിൽ നിൽക്കുകയാണ്. അതായത് ഞാൻ എന്റെ ലൈഫിൽ ശരിക്കും ആയിരിക്കും അനുഭവിച്ച എക്സ്പീരിയൻസ് ചെയ്ത ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രെക്കിംഗ് ആണ് കേട്ടോ. ഏകദേശം ഒരു 80 ഡിഗ്രി ഒക്കെ കുത്തനെയുള്ള സ്ഥലമാണ്. അതിനകത്ത് കുറെ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ഡേഞ്ചറാണ്. ഡേഞ്ചർ മീൻസ് ഓരോരുത്തർക്കും അനുസരിച്ചിരിക്കും അതിന്റെ ഡേഞ്ചറസ്. അപ്പൊ എന്തായാലും രാവിലെ നമ്മള് ഇങ്ങനെ വന്ന് കയറി തുടങ്ങിയതാണ്. ചേട്ടൻ അവിടെ ഉണ്ട്, ലിൻ ചേച്ചി കൂടെ ഉണ്ട്. നാഷഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. ഒന്ന് വിട്ടേക്കന്നെ, ഞാൻ പോയിക്കോട്ടെ. ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. പോയിട്ട് വരുമ്പോ കാണാം. അയ്യോ പാവടാ, ശരിക്കും ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ പാവം. ഇതിനകത്ത് അതിനെ കൂടെ ഇട്ട് പോണ്ടി വരുവാ. എവിടെയാ ചവിട്ടുന്നത്? അങ്ങനെ തന്നെ भैया एक मिनट भैया കൊണ്ട് വന്നപ്പോൾ അവിടെ തന്നെ നിന്നോണേ. നീ അവിടെ തന്നെ നിന്നോണേ. ഇവിടെ ഓക്കെയാ ചേച്ചി? ഓക്കെയാണോ? എന്റെ കാലിന്റെ പുറകിൽ സ്ഥലം ഉണ്ടോ നോക്കിയാ. കാലിന്റെ പുറകിൽ സ്ഥലമുണ്ട്. എന്റെ കാലിന്റെ പുറകിൽ സ്ഥലം ഉണ്ടോ നോക്കിയാൽ മതി. ഇതിനേറ്റവും വലിയൊരു റിസ്ക് ഇതാണ്. മോളിൽ നിന്ന് വരുന്നവരും താഴേന്ന് കയറി പോകുന്നവരും കൂടി പാസ് ചെയ്യാൻ സ്പേസ് ഇല്ല. ഇതിപ്പോ അന്ന് ഇങ്ങനെ ടൂർ പോകാൻ വേണ്ടി ഉണ്ടാക്കിയ സ്പേസ് അല്ലല്ലോ, ഇത് എന്തോ ആവശ്യം ഉണ്ടാക്കിയല്ലേ. പതുക്കെ പോയിക്കോ, വേറെ ഓപ്ഷൻ ഇല്ല. ഒരു സൈഡ് അങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും ആക്കാം, വേറെ മാർഗമില്ല. സ്റ്റെപ്പ് വെക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ കുറച്ച് ഭാഗത്ത് തീരെ വീതിയില്ല, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെയല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, നിക്കണേ, പോവല്ലേ. അല്ല അങ്ങനല്ല, നോക്കണ്ട. പക്ഷേ ഓക്കെ ആണെന്ന് ഉറപ്പായതിനു ശേഷം സ്റ്റെപ്പ് വെച്ചാൽ അവനെ ഉദ്ദേശിച്ചത്. അത് മതി. ഇവിടെ നല്ല സ്റ്റീപ്പാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 80 ഡിഗ്രി ഒന്നല്ല, അതിൽ കൂടുതൽ നല്ല കുത്തനെയാണ്. ആൾക്കാർ പറയുന്നത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാന്. കൊറേ പേര് പറയുന്നു വെയിറ്റ് ചെയ്യാന്, കൊറേ പേര് പറയുന്നു പോവാന്. കേക്കറേ കവി എന്താ ചെയ്യണ്ടേ? പോണോ നിക്കണോ? ചേച്ചി ഓക്കെയാ? ഇത് തിരിഞ്ഞിറങ്ങാൻ പറയാം, തിരിഞ്ഞിറങ്ങാൻ പറയാം മുപ്പെടുത്ത്. अभी मत उतरने किसको? आपको उतरने का है? ऊपर जा, मैं बोल रहा वेट कर रहे हैं। ऊपर के लिए अरे ओ बाबा थांबून जाय मित्र, थांबून जाय. चलो उतरतोय ना. അയ്യോ മജാ കൊള്ളാം. എന്തായാലും 1% ओनली. अभी आपको क्या लगा? It's just 1%. अभी चढ़ रहे हैं ना उतना ही. बाकी 99% है. जितना है ഒരു ശതമാനമായിട്ടുള്ള പറയുന്നത് ചുമ്മാ പറയുന്നതായിരിക്കും.
1% കുറെ ആയിട്ടുണ്ട്. ഇവിടുന്ന് താഴത്തേക്ക് നോക്കിയാൽ അപകടമായിരിക്കും, അതുകൊണ്ട് താഴത്തേക്ക് ഇപ്പൊ നോക്കണ്ട. ഹായ് അമ്മ ചേച്ചി, ഇവിടെ ഒരു ചെറിയൊരു കവാടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് പേര് റെസ്റ്റ് എടുക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ചൊരു സേഫ്റ്റി ഫീൽ ഉണ്ട്. എന്തായാലും കയറി നോക്കാം. എന്താണ് ഒരു സമാധാനം ഉണ്ടല്ലേ? അമ്മ അത്യാവശ്യം നല്ലൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ഗൈസ്. ഇല്ല എന്നോട് കാണിക്കുന്നേ, എങ്ങോട്ടാ പോകുന്നേ? ഇരിക്കാൻ പോകുന്നതാണ്. അപ്പൊ കുറച്ച് സമയത്ത് ഏറ്റവും അപകടം പിടിച്ച സ്റ്റെപ്പ് കയറലിന് ശേഷം നമ്മളൊരു ചെറിയൊരു ഒന്ന് സമാധാനത്തോടെ നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെത്തിട്ടോ. ഇതൊരു വലിയ സമാധാനമൊന്നുമില്ല, കാരണം ഇതുപോലെ ഇതിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇനി വരാൻ പോകുന്നതെന്നാ പറഞ്ഞത്. തൽക്കാലം നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടി അപ്പുറത്തേക്ക് പോകണം. ചേച്ചി മുമ്പിൽ പോകണ്ടോ ബാക്കിൽ പോകണോ? ഞാൻ മുമ്പിൽ പോവാം. ഒന്നുമില്ല, റിസ്ക് ഒന്നുമില്ല. താഴേക്ക് നോക്കാതിരുന്നാ മതി. താഴേക്ക് നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഭയങ്കര വലിയ കൊക്കയാണ് ഇവിടെ. ഇങ്ങനെ ഈ പാറേന്റെ സൈഡിൽ കൂടി പോകാണെങ്കിൽ വലിയ റിസ്ക് ഒന്നുമില്ല. ഇതൊക്കെ കണ്ടോ, പാറ തുറന്ന് വഴി ഉണ്ടാക്കിയിരിക്കണം. എന്റെ പൊന്നെ ചേച്ചി, ഇതെന്താ സംഭവം? നോക്കാം, ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നു. വിട്ടോ വീണ്ടും സ്റ്റെപ്പ് തുടങ്ങുകയാണ് ദൈവമേ. ഇനി സ്റ്റെപ്പാണോ? ആരോട് ചോദിച്ചാലും ഇനിയും ഉണ്ട് എന്നാ പറയുന്നത് കേട്ടോ. ഇതേ മുകളിലേക്ക് തന്നെ. കാരണം ഇവിടെ നോക്ക്, ഈ പാറ താഴത്തൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ അങ്ങനെ വായുവിലേക്ക് നീണ്ടു നിൽക്കുന്ന പാറയാണേ. പതുക്കെ പോയാൽ മതിയേ. പോട്ടെ വെയിറ്റ് ചെയ്യണ്ട. ഇവിടെ ഡേഞ്ചറാണ്. ഇവിടെ കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു സൈഡിലൊരു പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഹാൻഡ് റെയിലൊക്കെ ഉണ്ട്. ഹാൻഡ് റെയിലൊക്കെ വെച്ചിട്ടുണ്ട്. പാറയും കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. കംപ്ലീറ്റ് പാറ തുറന്നുണ്ടാക്കിയാണ്, വേറെ ഒന്നുമല്ല. ഇനിയും മുകളിലേക്കാണ് കയറി പോകുന്നത്. ഇതിനൊരു അന്ത്യമെല്ലാം തോന്നുന്നു. എന്താ പറഞ്ഞേ? എങ്ങോട്ട്? ഇനി നേരെ കുത്തനാ മുകളിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു അല്ലേ? നല്ല ക്ഷണിച്ചെങ്കിൽ ഇരിക്കും കുറച്ചു നേരം. മുകളിലേക്ക് നോക്കുമ്പോ സമാധാനം അല്ല അല്ലേ? ഇവിടെ തീരെ വീതിയില്ല. വീതി കുറവായത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. റിസ്ക് ഉണ്ടോ? റെസ്റ്റ് എടുത്തോ. പിടി നല്ല സ്ട്രോങ്ങിൽ പിടിക്കണേ. അതുപോലെ കാലും ഉറപ്പിക്കണേ. സ്റ്റെപ്പ് അനങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയട്ടോ. ഇതുണ്ടോ, ഇവിടെയൊക്കെ നല്ല കുത്തനെ. നമ്മളിപ്പോ കയറി വന്ന വഴി. അയ്യോ, പൈക്ക. चले वहीं पे। കുറെ വന്നപ്പോ ഒരു ഗുഹ പോലെ കേട്ടോ. ഒരു കുറച്ച് ഭാഗത്ത് റൂഫൊക്കെ ഉണ്ട്. ഇതിന്റെ അകത്തൂടെ പിന്നെ ഇനി കയറി പോണം. ഇവിടെ കുറച്ച് വീതി ഉണ്ട് അല്ലേ? പക്ഷെ ഹൈറ്റ് കൂടുതലാണ് സ്റ്റെപ്പിന്. ചേച്ചിക്ക് കയറാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഇവിടുന്ന് പോലെ खाली उतरा भाई। चैनल बोल देना। चैनल है। പോട്ടെ, മുന്നോട്ട് പോട്ടെ, ബാക്കിലേക്ക്.
ഇവിടെ നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട് അവിടെ. വെള്ളം അതുപോലെ ഇങ്ങനെ എന്താ പറയാ, ഈ കുക്കുംബറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതാ ഞാൻ പറഞ്ഞ കട കേട്ടോ. ഇവര് താഴേന്ന് വരുന്നതായിരിക്കില്ലേ അല്ലേ? नीचे से आता है ना? हाँ नीचे से। इधर ही नीचे गाँव से में सामान लेके आता है। हाँ ये सामान सबके लेके जाता है हाँ, ओ हर रोज हर सुबह सुबह आ जाता है, सुबह सुबह फिर शाम को शाम को 6 बजे तक 6 बजे तक इधर बैठते हैं, फिर निकलते हैं। हर दिन आता है। हर दिन। കുറച്ചുകൂടി കയറിയപ്പോൾ ഒരു തുറസായ സ്ഥലം വന്നു കേട്ടോ. അവിടെ കുറച്ച് ഫ്ലാറ്റ് ഏരിയ ആണ്, നടക്കാൻ അങ്ങനെ കൂളായിട്ടൊക്കെ നടക്കാൻ പറ്റും. ഇവിടുന്ന് നോക്കുമ്പോൾ ഇനി ഒരുപാട് ദൂരെയാണ് കേട്ടോ. ഒരു പാറപ്പുറത്ത് ആൾക്കാർ കയറി നിൽക്കുന്നത് കാണുന്നത്. ഒരു പക്ഷേ അതായിരിക്കും ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇനിയും കുറേ പോകാനുണ്ട്. ഇത് പോണ വഴിക്ക് നോക്ക്, ഒരു കുളം ഉണ്ടാക്കി. ഇത് ശരിക്കും ഉണ്ടാക്കിയതാണ് ഒരു കുളം. അമ്മ നല്ല വെള്ളം ഉണ്ടോ, പാറമടയൊക്കെ പോലെ. ഈ വെള്ളം എത്രത്തോളം നല്ല വെള്ളം അറിയില്ല. ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ആളല്ലേ. ഇതെന്തോ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയ കുളമാണ് കേട്ടോ. നമുക്ക് നോക്കാം ഇത് എന്തിനുള്ളതാണ്. എന്താ കാണിക്കുന്നത്? കടന്ന് ഊരുണ്ട്. ഒന്നൊന്നല്ല, ദേ വീണ്ടും ഉണ്ട്. ഇത് ഭയങ്കര ചീത്ത വെള്ളമാണ് കേട്ടോ. ദേ ഇതും തന്നെ പച്ച കളറായിട്ടുണ്ട് വെള്ളം. നല്ലല്ല. ഹനുമാൻ സ്വാമി ഉണ്ട്, എവിടാ? ഹനുമാൻ ആണ് ഇതിന്റെ മെയിൻ ആണ്. എവിടെ? ആ ഓക്കെ, തൊഴുതു. जय हनुमान ज्ञान गुण सागर, जय कपीश तिहु लोक उजागर। जय हनुमान ज्ञान गुण सागर, जय कपीश। ഭാഗം ഒരു ചെറിയ കാട് പോലെയാണ്, പക്ഷെ വലിയ റിസ്ക് ഇല്ലാതെ കയറിപ്പോ അല്ലേ? റിസ്ക് ഇല്ല, ശ്വാസം ഇല്ല. റിസ്ക്കും ഇല്ല, ശ്വാസം ഇല്ല അല്ലേ? കുഴപ്പമില്ല. താഴേക്ക് നോക്കി ഒരു ശ്വാസം കിട്ടിക്കോളൂ. അതും കഴിഞ്ഞു. ഇനി ഇതേ വീണ്ടും കുത്തനെയുള്ള മലയാണ് കാണുന്നത്. ഇതാട്ടോ നമ്മൾ ഈ അവസാനത്തെ ഏറ്റവും ഉയരത്തിലുള്ള ആ ഒരു പാറയുടെ ഭാഗത്തെത്തി. ഇനി ഇതേ അതിൻ്റെ മുകളിൽ കയറണം. അതാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നാണ് തോന്നുന്നത് ഇവിടുത്തെ. എന്തായാലും ഇവിടെ കുറച്ച് ഡേഞ്ചറല്ല. ഇവിടെ ചേച്ചിക്ക് സ്റ്റെപ്പ് മുകളിലേക്ക് വെക്കാൻ പറ്റുന്ന കൺഫ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ എന്തായാലും മാക്സിമം അതിൻ്റെ മുകളിൽ കയറിയിട്ടേ പോകുള്ളൂ. ഹായ്, നമ്മുടെ താഴേന്ന് കണ്ട ചേട്ടന്മാരൊക്കെ അതിൻ്റെ മുകളിലുണ്ട്. എന്താ ഇവിടുന്ന് ഒരുപാട് ഏരിയ അങ്ങനെ കാണാൻ പറ്റും. അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട് ഒരു ഏരിയ. ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ കുടജാദ്രിയൊക്കെ പോയപ്പോൾ ഉള്ള ഒരു വിഷ്വൽസാണ് ഓർമ്മ വരുന്നത്. അങ്ങോട്ട് ആളുകൾ പോകുന്നുണ്ട്. അവിടെ കുടജാദ്രിയിലുള്ള അതുപോലെ തന്നെ അവിടെ ഒരു കൽമണ്ഡപം പോലെ സംഭവം എന്തോ കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കണം. അവിടെ ഒരു കുളം പോലെ എന്തൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് കുറച്ച് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് ഈ വഴിക്ക് ഇങ്ങനെ. ഈ വഴിയായിരിക്കും അത്. എന്തായാലും പോകണം. അതിൻ്റെ മുമ്പ് നമുക്കിവിടെ ഇതിൻ്റെ മുകളിലൊന്ന് കയറിയേ പറ്റൂ. കഴിഞ്ഞിട്ടില്ല. ഇനിതാ ഇതും കൂടി ഉണ്ട്. ഇതിന്റെ മുകളിലേക്ക് ഈ സൈഡിൽ കൂടി കയറാൻ പറ്റും. കണ്ടോ, ഇവിടെ അങ്ങനെ ഒരു സൺഷെയ്ഡ് ഉണ്ടാക്കിയ പോലെ സ്പേസ് ഉണ്ട്. ഇതിലങ്ങനെ നടക്കാം. മുകളിലേക്ക് ഏതൊരു കയറണം തീരുമാനിക്കണം. അവിടെ കൈക്ക് കൂടുതൽ പവർ കൊടുക്കണം. അവിടെയാണ് സേഫ് അല്ലേ? നോക്കി അവിടെ നിൽക്കാൻ സ്പേസ് ഒരു സ്ലോ ഇതല്ലേ, ചെരിഞ്ഞാ നിൽക്കുന്നത് അല്ലേ? ഈ ഭാഗത്ത് ചവിട്ടാൻ സ്പേസ് ഇല്ല. അറ്റം വന്നിട്ട് ചവിട്ടി കയറി.
കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഇതാണ് അവസാനത്തെ പടവ്. ഇനി ഇതോടെ കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ആണ്. ഇനിയില്ല അല്ലേ? ഇനിയില്ല. ഇനി ഒരു പാറ കൂടി വേണമെന്നുണ്ടെങ്കിൽ തരാനില്ല. കഴിഞ്ഞു. ഇവിടെ അങ്ങനെ പോവാനും പാടില്ല എന്നാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മുകളിൽ ഇതേ അവരൊക്കെ അവിടെ ഉണ്ട്. ചുമച്ച് 4 പ്രാവശ്യം തുമ്മിക്കണ കണ്ടിട്ട് തിരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാലോ? എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അടിപൊളി. ഹലോ, ഒരു വിവരമില്ലല്ലോ. കൊടി പാർപ്പിക്കണോ? കൊടി പറപ്പിച്ചു. അടിപൊളി. എവിടെയാ നിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ദുനിയാവിന്റെ 3676. ഓക്കെ 3676 ഫീറ്റ് അബവ് സീ ലെവൽ. നമ്മൾ 19,000 20,000 പോയ ആൾക്കാരാണ്. പക്ഷെ ഇത് നടന്ന കയറിയത് നോക്കണം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇതേ അങ്ങോട്ട് നോക്കിയാൽ കാണുന്നുണ്ടോ ഈ ഒരു കുന്നുണ്ടല്ലോ, ഈ കുത്തനുള്ള ഒരു മല ഉണ്ടല്ലോ, ഇതിൻ്റെ അപ്പുറത്ത് കൂടിയാണ് നമ്മൾ ആ ഒരു ഡേഞ്ചറസ് സ്റ്റെപ്പ് കയറിയത്. ഇതിൻ്റെ അപ്പുറത്തുള്ള ഏതോ ഒരു താഴെയുള്ള ഭാഗത്തു നിന്നാണ്, ഈ ഭാഗത്ത് എവിടുന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. ഇതിലേക്ക് നമ്മൾ ആ സ്റ്റെപ്പ് കയറി വന്നു. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ സൈഡിൽ കയറിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇവിടേക്ക് എത്തി. പിന്നെ ഇങ്ങനെ നടന്ന് വന്ന് നമ്മൾ ആ കുളമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്നതാണ്. അവസാനം നമ്മളിത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇനി ഒരു വി കാണിച്ചേ, വി ലാസ്റ്റ് അതാണ്. നമ്മൾ വരുന്ന വഴിക്ക് കുറെ യൂട്യൂബേഴ്സിനെ കാണും കേട്ടോ. നമ്മളിങ്ങനെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചങ്ക് ബ്രോനെ കണ്ടു. നികുഞ്ച് ട്രാവലോജി, സൂറത്തിൽ നിന്നുള്ളവരാണ്. ഒരു നികുഞ്ച് ട്രാവലോജി എന്നാണ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി അറിയുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് നോക്കൂ പുള്ളിയുടെ വീഡിയോസ്. എനിക്ക് അറിയില്ല എന്ത് തരം വീഡിയോസ് ആണെന്നൊന്നും. ലിങ്ക് താഴെ വെക്കാം. നികുഞ്ച് ട്രാവലോജി. ഓക്കെ, അപ്പൊ പോവാം. ഇറങ്ങല്ലേ? എന്തിനാ എനിക്ക് നമ്മളൊരുമിച്ചല്ല പോകുന്നത്. महाराजाधिराज महाराज श्रीमंत श्री 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 छत्रपति शिवाजी महाराजांचा विजय हो. छत्रपति शिवाजी महाराजांचा विजय हो. छत्रपति शिवाजी महाराजांचा विजय हो. हर हर महादेव, हर हर महादेव. റൈറ്റ് ഇങ്ങോട്ട് വന്ന പോലെ. ഇറങ്ങുന്നതാണ് കുറച്ചുകൂടി റിസ്ക്. കയറുന്നതിനേക്കാളും നമുക്ക് നേരത്തെ അറിയായിരുന്നു അത്. ഇപ്പൊ നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ പിടിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പിടിച്ചാൽ റിസ്ക് ആയിരിക്കും. നമുക്ക് കമ്പനിക്ക് ഒരാൾ കണ്ടിട്ടാ. ഇവരെന്താ പരിപാടി? പോകുന്നുണ്ടേ പോടേ. നമ്മളെ കൂടെ വഴി കാണിച്ചു തരാൻ വന്നായിരിക്കും. ഞാൻ ഇരിക്കട്ടാ. ഇരുന്നു. ബാക്കിൽ ആളുണ്ട് കേട്ടോ, പേടിക്കണ്ട. ബാക്കിൽ ഒരാളുണ്ട് കമ്പനിക്ക്. ഇതെന്താണ്, വീഗാലാൻഡിലാണോ? ബാഗ് സേവ് ആദ്യം തോളിൽ ശരിക്കും തൂക്കിയേ. ഇരുന്ന് ഇറങ്ങിക്കോ. ഇയാള് നമ്മളെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പൊക്കോടാ, അവന് വഴി കൊടുക്ക്, അവൻ പോയിക്കോട്ടെ. അവൻ പോണമെന്നില്ല, അവൻ നമ്മളെ കൂടെ വരുന്നതാണ്. കണ്ട അവൻ നമ്മളെ കൂടെ ഇറങ്ങുവാണ്. നടക്കടാ, പൊട്ടെ. എന്താ ഈ മാന്തിക്കൊണ്ടിരിക്കുന്നത്?
വഴി വിടറോ. വലുതാടാ. ഈ ഭാഗം അപകടമൊന്നുമില്ല, മീൻസ് വീണ് കഴിഞ്ഞാലും കാര്യമായിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല, സേഫ് ആയിരിക്കും. പക്ഷെ വീഴാൻ സാധ്യത കൂടുതലാണ്. അവിടെയൊക്കെ അതെ സേഫ് ആയിരിക്കും. പക്ഷെ എന്താ അറിയോ, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സ്റ്റെപ്പിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പക്ഷെ വീഴില്ല. നമ്മൾ കോൺഫിഡൻസോടെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കയറിയാൽ മതി. ഒരിക്കലും അഹങ്കാരം കാണിക്കരുത്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് പറ്റും തോന്നുകയാണെങ്കിൽ നമ്മളത് ചെയ്യുക, അല്ലേ? നമ്മളെ പിന്നാലെ വന്ന 2 ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് അവർക്ക് കൊടുക്കാം. നമ്മൾ കഴിച്ചിട്ടില്ല. കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇഷ്ടല്ലേ ബിസ്ക്കറ്റ്? ഒന്നും കഴിക്കൂലേ? ഇവർ ഇവിടെ തന്നെ ജീവിക്കുന്നവരായിരിക്കും അല്ലേ? ആ സ്റ്റെപ്പിൽ കൂടെ ഒക്കെ കയറി വന്നവരായിരിക്കും അല്ലേ? അയ്യോ, അത് മാത്രല്ല വഴക്കൊന്നും ഇടണില്ല, ഇവനറിയാം. പാവങ്ങളാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടോ, ലാസ്റ്റ് ആണ്. ഇനി തരൂല. ലാസ്റ്റ് ബിസ്ക്കറ്റ് ഇല്ല, തീർന്നു. കവർ കാണിച്ചു മതി. ഫിനിഷ് കടം പോകയാ. ഇവിടേക്ക് ഹിന്ദിയുള്ള അറിയാം. സംപ്ല തീർന്നു. സംപ്ലേ മറാഠി. മറാഠി. ശരിയാണല്ലോ, ഇവർക്ക് മറാഠി അറിയുള്ളൂ, ഹിന്ദി അറിയില്ല. ഒന്നുമില്ല. താഴേക്ക് നോക്കല്ലേ? എങ്ങോട്ടൊക്കെ തിരിയേണ്ടെന്ന് കാണുന്നില്ല. ഒന്നും ചെയ്യണ്ട, താഴേക്ക് നോക്കാതിരുന്നാൽ മാത്രം മതി. മുമ്പിലേക്ക് നോക്കിയിട്ട് പതുക്കെ എൻ്റെ ഇവിടെ വാ. മുമ്പിലേക്ക് മാത്രം നോക്കേ. അതാണ് പ്രശ്നം. താഴേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് താഴേക്ക് നോക്കല്ലേ കേട്ടാ. എൻ്റെ കൂടെ വാ, ഞാൻ മുമ്പിലുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ പോന്നാൽ മതി, അല്ലെങ്കിൽ അവിടെ ഇരുന്നോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ റൂഫൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ശരിക്ക് കണ്ടതാണ്. ചേച്ചി സൈഡ് കേട്ടാ, പിന്നാലല്ലേ? മുട്ടുകാലിനൊരു വിറവലുണ്ട്, ഒരു വിറവല്, ഒരു കടച്ചില് ചെറുതായിട്ട്. चलो गुड बाय. ബായ്. അയ്യോ, കുത്തനെ പോണം ചേച്ചി. നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ നേരത്തെ ഇറങ്ങിയ പോലെ റിവേഴ്സ് ഇറങ്ങാം. പേടി ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് പോവാം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. 2 ദിവസമാണെങ്കിൽ 2 ദിവസം. ചെറിയൊരു ഭയം. ഞങ്ങള് പാലക്കാടൊക്കെ അതിന് പേടി തന്നെ പറയാം. അതുണ്ട്. ഇച്ചിരി പണി ഉണ്ടാവും. മുന്നിൽ ഒരാൾ തിരക്ക് കൂട്ടിയാല് അർജന്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മൾ തീരുമാനിക്കുമ്പോ മാത്രം പോയാൽ മതി. അപ്പം തിരക്ക് കൂട്ടാണെങ്കിൽ കൂട്ടിക്കോട്ടെ. ब्लॉगर है इमाज निकली की देते क्या भैया शूटिंग निकली की इमाज की भैया थोड़ा ओके ले थोड़ा आराम से उतरेगी, थोड़ा टाइम दे देना. ആ മതി 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 പതുക്കെ വന്നാൽ മതി. ഒരു പ്രശ്നമില്ല, ഒരു തിരക്കുമില്ല. പതുക്കെ വാ പതുക്കെ വാ. ചിലതിന് ഭയങ്കര ഹൈറ്റ് അല്ലേ? ചിലത് ഹൈറ്റ്. പയ്യന്മാര് ഇരുന്നിരുന്ന് ഇറങ്ങുന്നു. ഇവിടെ കേട്ടോ ചേച്ചി, ഒന്നുമില്ല, പക്ഷെ പതുക്കെ മതി. പതുക്കെ വന്നാ മതിയേ. കൈ വേദനിക്കുണ്ടെങ്കിൽ നിന്നോ കുറച്ചേരം. എനിക്കാകെ എന്റെ കാല് വെക്കാൻ സ്ഥലം ഉണ്ടോ എന്നുള്ള മാത്രം നീ ഒന്ന് പറഞ്ഞു. കാല് വെക്കാൻ സ്ഥലമുണ്ട്, ജസ്റ്റ് കാല് ഉറപ്പിച്ചിട്ട് മതി മറ്റേ കാലം എടുക്കാം കേട്ടോ.
വീതി കുറച്ച് കുറവുണ്ട്, അത് ശ്രദ്ധിച്ചോ കേട്ടോ. എന്റെ കാലിന് സൈസ് കുറവാ. 5 നമ്പറുള്ള ഷൂവാ. 5 നമ്പർ ഷൂ പോലും പകുതി പുറത്താ. അത് ചെരിച്ച് വെച്ച് നോക്കിയേ കാല്. അല്ല ഞാൻ പറയാം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്താ വെക്കണേ. അതിന്റെ സൈസേ കേറിയപ്പം ഇത്ര അറിഞ്ഞില്ല. ഇവിടെ ഒരു സൈഡിൽ കുറച്ചാണ് കേട്ടോ, അതൊന്ന് നോക്കണേ. സാധാരണ വെക്കുന്ന പോലെ വെക്കരുത്. ഒന്ന് നോക്ക് കാല് അങ്ങോട്ട് നോക്കിയിട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല ചേച്ചിക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ ഓരോ അല്ലേ നോക്കിയിട്ടല്ലേ വെക്കുന്നേ? ആ ഓക്കെ ഓക്കെ. കൈ പിടിക്കുന്നത് പിടിക്കും. കാൽമേ ആരെങ്കിലും ഒന്ന് ഇതായാലും തന്നെയാലും ഒക്കെ. അതാ ഞാൻ പറഞ്ഞ, അത് ഞാൻ ഓർത്തു, അത് ഞാൻ നേരത്തെ ഓർത്തു. അവരെയും കൂടി നിർത്തണം. അതായത് ഒരു കൈ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത്, മറ്റേ കയ്യിൽ ക്യാമറ അല്ലേ. അപ്പൊ ഇനി മോളിൽ ആരെങ്കിലും അഥവാ വന്നാലും അവരെയും കൂടി താങ്ങി നിർത്താനുള്ള ശേഷി നമ്മുടെ ഈ ഒരു കൈയിന് വേണമെന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ കുറച്ച് ചെറിയ സ്ഥലമാണ്, ഒന്ന് ശ്രദ്ധിച്ചോ. ഇങ്ങോട്ട് വാ, ചേച്ചി വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. പതുക്കെ വന്നായി, പതുക്കെ വന്നാ. ഇവിടെ ഒന്നും പിടിക്കാനില്ലല്ലോ, പിടിക്കാനൊന്നും ഇല്ല ഇനി. ഉണ്ട്, സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട്. പാറയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചോ. എന്താണ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ചേച്ചി ഇനി അധികമൊന്നുമില്ല, പതുക്കെ വന്നാ മതി. പതുക്കെ വന്നാ മതി എന്ന് പറയാം. താഴെ പോയിട്ട് പരിചയപ്പെടാ. അയ്യോ അതെ അതെ, നിങ്ങൾ എവിടുന്ന പരിചയം? ഞാൻ ആ പാറപ്പുറത്തുനിന്നാ പരിചയം. ഹരിഹർ ഫോർട്ടിനെ കുറിച്ചിട്ട് ഒരുപാടൊന്നും ഡീറ്റെയിൽസ് എവിടെയും ലഭ്യമല്ല. 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്നത്തെ മഹാരാഷ്ട്രയുടെ കുറേ ഭാഗങ്ങളും മധ്യപ്രദേശിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളും കർണാടകയുടെ വടക്കു ഭാഗം ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്ന യാദവ രാജവംശത്തിൻ്റെ കാലത്താണത്രേ ഈ കോട്ട നിർമ്മിക്കുന്നത്. നാസിക് ജില്ലയിലെ ഘോട്ടിയിൽ നിന്നും 40 കിലോമീറ്ററും അതുപോലെ ഇഗത്പുരിയിൽ നിന്നും 48 കിലോമീറ്ററുമാണ് ഈ ഫോർട്ടിലേക്കുള്ള ദൂരം. അന്ന് ഘോണ്ടാഘാട്ടിലൂടെയുള്ള വ്യാപാര പാതയിലേക്ക് കാഴ്ച കിട്ടുന്ന തരത്തിൽ ഒരു വാച്ച് ടവർ ആയിട്ടാണ് ഈ കോട്ട പണിയുന്നത്. ഇതിന് ഹർഷഗഡ് എന്നൊരു പേരും കൂടി ഉണ്ട്. ചേച്ചിനോട് ക്യാന്ന് പറഞ്ഞോ. വേണമെങ്കിൽ കുറച്ച് വീടൊക്കെ വീതി ഉണ്ടാവും. ഇവിടെ താഴത്തേക്ക് ഇച്ചിരി പാടാണ്, നമ്മുടെ തീരെ സ്റ്റെപ്പ് ഒരു കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. അവിടെ ഇരുന്നിട്ട് ഇറങ്ങിയാൽ മതി. പതുക്കെ ഇരുന്നോ. അടുത്ത സ്റ്റെപ്പില് ഇവിടെ അവിടെ ഇരിക്കും. അല്ലെങ്കിൽ ഇതിലേക്ക് കാലെത്തും. ഓക്കെ, അപ്പൊ കൈ അങ്ങനത്തെ നല്ലത് കിട്ടും, കാല് ചവിട്ടാൻ കിട്ടും. ഇതിൽ പിടിക്കുക, അതിന് കിട്ടോ. അതിൽ പിടിക്കുക. നമ്മൾ അങ്ങോട്ട് പോയപ്പോ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത സ്ഥലമാണിത്. അതെ ചേച്ചിക്ക് കുരങ്ങൻ ചേച്ചിക്ക് ഉമ്മ കൊടുത്ത സ്ഥലമാണ്. നമ്മളിങ്ങനെ അങ്ങനെ ഈ പാറേന്റെ ഏകദേശം എത്താനായിട്ടോ, കുറച്ചുകൂടി ഉണ്ട്.
ക്യാമറ ബാറ്ററി കഴിഞ്ഞ് ഓഫ് ആയിട്ടോ. ഇപ്പോൾ ഓൾറെഡി സമയത്ത് കുറേ 3 മണി എങ്ങാണ്ടായിട്ടുണ്ടാവും. നമ്മൾ നേരെ ഇനി തിരിച്ച് മുംബൈക്ക് പോവാണ്. രാവിലെ നേരത്തെ ട്രെക്കിംഗ് തീരുവാണെങ്കിൽ നമുക്ക് വേറെ 1-2 ചെറിയ പ്ലാൻസ് കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇനി നടക്കില്ല. ചേട്ടന് നാളെ ഡ്യൂട്ടി ഉണ്ട്. നമ്മളെന്തായാലും ഒരുപാട് ലേറ്റ് 5 മണിക്കൂറൊക്കെ ഡ്രൈവ് ഉണ്ടാവും തോന്നുന്നു ഇവിടുന്ന് മുംബൈയിലേക്ക് മിനിമം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.